25 കൊല്ലം മുമ്പ് ടി പി ശ്രീനിവാസൻ സാറ് പറഞ്ഞു നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ഫോറിൻ യൂണിവേഴ്സിറ്റികളുടെ ഒരു ഓഫ് ക്യാമ്പസ് ഇവിടെ വരണം. അയാളെ അടിച്ച് നിലത്തിട്ടു SFIക്കാരും DYFIക്കാരും. 25 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് എന്ത് ഇനി ഈ ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് വേണമെന്നുള്ളത്. നമ്മൾ കമ്പ്യൂട്ടറിനെ എതിർത്തു. കൊച്ചി ഹൈദരാബാദിനെ കടത്തിവിട്ടുമായിരുന്നു BJP ആണ് ഇവിടെ ഭരിച്ചിരുന്നതെങ്കിൽ. കൊച്ചിയും തിരുവനന്തപുരവും അവരൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ബാംഗ്ലൂരൊക്കെ IT അത്രയും മുമ്പോട്ട് പോയിരുന്ന സ്ഥലമാണ്. എന്താ ഈ അവസ്ഥ? നമ്മൾ കമ്പ്യൂട്ടറിനെ എതിർത്തു, ഡിജിറ്റലൈസേഷനെ എതിർത്തു, നമ്മൾ GST എതിർത്തു, നമ്മൾ ട്രാക്ടർ തടഞ്ഞു, നമ്മൾ കൊയ്ത്ത് യന്ത്രം തടഞ്ഞു, നമ്മൾ മെതി യന്ത്രം തടഞ്ഞു. നമ്മളെല്ലാ പുരോഗമനപരമായ നിലപാട്. ഇപ്പോൾ PM ശ്രീ ആ മാഹിയിലൊരു പ്രധാന അധ്യാപകൻ പറഞ്ഞ് നിങ്ങൾ കേട്ടായിരുന്നോ? ഉസ്മാൻ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ, ഞങ്ങളെ പാർട്ടിക്കാരനൊന്നുമല്ല, മാഹിയ CPM മാരനാണ്. അയാൾ പറയാം ഞങ്ങളെ സ്കൂളിൽ വലിയ കഷ്ടപ്പാടായിരുന്നു. ഉച്ചക്കഞ്ഞിക്കുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല, ഒരു സ്മാർട്ട് ക്ലാസ് ഉണ്ടായിരുന്നില്ല, ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല, ഒരു റിക്രിയേഷൻ ഹാൾ ഉണ്ടായിരുന്നില്ല, ഒരു ബാസ്കറ്റ് ബോളിന് നെറ്റ് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രധാന അധ്യാപകനും വിറക് വാങ്ങാനും അരി വാങ്ങാനും ലോൺ എടുക്കാൻ പോവുമായിരുന്നു. ഞങ്ങൾക്ക് ഒരു വർഷം റിക്കറിങ് എക്സ്പെൻഡിച്ചർ 1 കോടി രൂപയാണ് കിട്ടിയത്. അവിടെ ഒരു കരിക്കുലത്തിലും മാറ്റം വരുത്തിയിട്ടില്ല, ഒരു വർഗീയതയും പഠിപ്പിച്ചിട്ടില്ല, ഒരു ഗോമൂത്രവും കുടിപ്പിച്ചിട്ടില്ല. ഇവിടെ ഈ SDPIക്കാരും മറ്റേ ജമാഅത്തെ ഇസ്ലാമിക്കാരും പറയുന്നത് കേട്ടിട്ട് ബിനോയ് വിശ്വത്തെ പോലുള്ള പിന്തിരിപ്പന്മാരുടെ തലയിൽ മുണ്ടിട്ട് അവിടെ പോയി ഒപ്പിട്ടു ഈ വിദ്യാഭ്യാസ മന്ത്രി. എന്നാൽ പിന്നെ അതിൽ ഉറച്ചു നിൽക്കണ്ടേ? കാരണം ഇതൊക്കെ കുട്ടികൾക്ക് നല്ലതാണെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്ന എത്ര കുട്ടികളുണ്ട് ഇവിടെ? അവിടേക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു. നമ്മൾ മഹാരാജാസ് കോളേജിൽ പോലും കുട്ടികൾ പഠിക്കാൻ വരുന്നില്ല. സത്യം അതാണ്. റെഗുലർ കോളേജിൽ പോലും, നല്ല പ്രസ്റ്റീജിയസ് കോളേജിൽ പോലും കുട്ടികൾ പഠിക്കാൻ വരുന്നില്ല. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അവസ്ഥയാണിത്. പ്രീ പ്രൈമറി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല പോഷകാഹാരങ്ങൾ, നല്ല വിനോദ സൗകര്യങ്ങൾ, നല്ല കായിക സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് മിനിമം 700 സ്കൂളിന് കിട്ടുമായിരുന്നത് ഈ രാഷ്ട്രീയം കാരണം ഇവർ തകർത്തില്ലേ? ഇതാണ് രാജീവ് ചന്ദ്രശേഖർജി പറയുന്നത്.